പുതിയ സാഹചര്യത്തിൽ ശബരിമലയിൽ സമഗ്ര അന്വേഷണത്തിനാണ് ഹൈക്കോടതി വഴി തുറക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം നാളെ സന്നിധാനത്തേക്ക് വീണ്ടും പോവുകയാണ്. കൂടുതൽ പരിശോധനകൾക്കാണ് SIT സന്നിധാനത്തെത്തുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഇന്നത്തെ ഇടക്കാല ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഈ ഘട്ടത്തിൽ ഈ പരിശോധനാ റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് കോടതി പറയുമ്പോൾ അതിന് ഗ്രാവിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. മറ്റൊന്ന്, കൂടുതൽ അറസ്റ്റുകളുടെ സാധ്യത ഇപ്പോഴും ഉണ്ട് എന്ന് കോടതി പറയുന്നുണ്ട്. അന്വേഷണം കുറെ കൂടി വിപുലമാക്കേണ്ടതിന്റെ സാഹചര്യം, ഈ കൊടിമര പുനർനിർമ്മാണം, അഷ്ടദിക്പാലകരുടെ പ്രതിഷ്ഠ, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള എന്നത് ശബരിമലയിൽ കുറെ കാലങ്ങളായി നടന്ന ഇടപാടുകളുടെ മുഴുവൻ വിവരങ്ങളിലേക്കും വഴി തുറക്കുന്ന വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ തെളിയുകയാണ്. അതിലേക്കൊക്കെ അന്വേഷണം നീങ്ങുകയാണ്. നാളെ SIT വീണ്ടും സന്നിധാനത്തേക്ക് പോകുന്നു. എന്തൊക്കെയാണ് SITയുടെ നീക്കങ്ങൾ? ഈ ഇടക്കാല ഉത്തരവ് എത്ര നിർണായകമാണ്? എത്ര പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്? വിപിൻ, വിജയകുമാർ, ഇന്ന് കേരളം ഉറ്റുനോക്കിയത് ഈ SIT റിപ്പോർട്ടിൽ, ഈ ഇടക്കാല റിപ്പോർട്ടിൽ അവിടെ നിന്നും, അതായത് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള അതേ പാളികൾ തന്നെയാണോ തിരിച്ചെത്തിയത്, അതല്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ്, ഒരു പകർപ്പാണോ പിന്നീട് ശബരിമലയിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ ഒരു ഇടക്കാല റിപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളതായിരുന്നു. അത് നമ്മൾ ഏത് രീതിയിലാണോ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സംശയിച്ചത്, അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ ഇടക്കാല റിപ്പോർട്ട് കഴിയുകയും ഒപ്പം തന്നെ കോടതിയുടെ നിരീക്ഷണങ്ങളും ഈ ഉത്തരവിലും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക. കാരണം ഈ പാളികൾ, സ്വർണ്ണപ്പാളികൾ മാറി എന്നുള്ള ഒരു സംശയം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ VSSCയുടെ ഒരു റിപ്പോർട്ട് ഇതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, ഇടക്കാല റിപ്പോർട്ടിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം കുറച്ചുകൂടി ടെക്നിക്കലാണ്, അതിൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് VSSCയിലെ ശാസ്ത്ര വിദഗ്ധരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തണം എന്നുള്ളത് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മൊഴി രേഖപ്പെടുത്തി 98-ൽ സ്ഥാപിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ തന്നെയാണോ ഇപ്പോഴും അവിടെ ഉള്ളത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരുത്തണം. ആ വ്യക്തതയ്ക്ക് വേണ്ടി നാളെ തന്നെ SITയോട് സന്നിധാനത്തെത്തി പരിശോധന നടത്താനുള്ള അനുമതി കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഈ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് ഈ പ്രഭമണ്ഡലത്തിന്റെ പാളികളും ഒപ്പം തന്നെ സ്വർണ്ണപ്പാളികളും ഇരിക്കുന്നത്. ഇവ രണ്ടും പരിശോധിക്കുകയും പഴയത് തന്നെയാണോ അവിടെ ഉള്ളത് എന്നുള്ളത് കൂടി പരിശോധിക്കണം. ഇനി അവിടെ വെച്ചത് പുതിയതാണ് എന്നുണ്ടെങ്കിൽ പഴയത് എവിടെ, യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ ആർക്ക് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഇതിൽ വലിയ ഒരു കൊള്ള നടന്നിരിക്കുന്നു, അതിൽ ആർക്കൊക്കെ പങ്ക്, കൂടുതൽ അറസ്റ്റ് ഉള്ള സാധ്യത കൂടി ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രതികളുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് അന്വേഷണം വിപുലപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ 2 ഉദ്യോഗസ്ഥരെ കൂടിയാണ് ഇപ്പോൾ കൂടുതലായി ഈ സംഘത്തിനോടൊപ്പം ചേർത്തിരിക്കുന്നത്. അന്വേഷണത്തിൽ ഹൈക്കോടതി ഇപ്പോൾ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അവിടുത്തെ ഈ കൊടിമരം ഉൾപ്പെടെയുള്ളതിൽ അന്വേഷണം വേണം എന്ന് പറയുമ്പോൾ അത് ഈ സ്വർണ്ണക്കൊള്ള, അതായത് ഈ സ്വർണ്ണപ്പാളി എന്നുള്ളതിൽ മാത്രമായിരുന്നു ഇത്രയും നാൾ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ കൂടുതലായി ഇപ്പോൾ വാഞ്ചിവാഹനത്തിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ സ്വർണ്ണ കൊടിമരത്തിലേക്ക് കൂടി അതിന്റെ അന്വേഷണം നീളുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാലയളവിൽ ശബരിമലയിൽ വലിയ ഒരു കൊള്ള, ഒരു സംഘം ചേർന്നിട്ട് തന്നെയുള്ള ഒരു കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ള സംശയമാണ്. അതിനായി കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തണം എന്നുള്ളതും ഇന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിജയകുമാർ, നേരത്തെ ഒരു ഘട്ടത്തിൽ കോടതി പറഞ്ഞതാണ് ഈ സംഘടിത കൊള്ള, ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്ന് പറഞ്ഞതാണ്. ഏതാണ്ട് അതിലേക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. ആ കൊടിമരം മാറ്റാൻ ഇടയായ സാഹചര്യം, അതിലേക്ക് വഴിതെളിച്ച സാഹചര്യം, വാജിവാഹനം, അതുപോലെ തന്നെ അഷ്ടദിക്പാലകരുടെ പുനഃപ്രതിഷ്ഠ, ഇത്തരം കാര്യങ്ങളിലൊക്കെ കോടതി അന്വേഷണം ആവശ്യമാണ് എന്ന SITയുടെ വാദം അംഗീകരിക്കുകയും അതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നാളെ സന്നിധാനത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റിന് ഇനി സാധ്യതയുണ്ടെന്ന് രേഖാമൂലമുള്ള ഉത്തരവിൽ, ഇടക്കാല ഉത്തരവിൽ തന്നെ കോടതി പറയുന്നുണ്ട്. 2024-25 കാലത്തെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ നേരത്തെ തന്നെ കോടതി സംശയത്തോടെ നോക്കിയതാണ്. ഇപ്പോഴും ആ സംശയം കോടതിക്കുണ്ട്. അത് കൂടുതൽ ചോദ്യം ചെയ്യാനൊക്കെ SIT ഒരുങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ VSSCയുടെ പരിശോധനാ റിപ്പോർട്ടും ഈ ഇടക്കാല ഉത്തരവും വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.